പേഷ്യന്റ് മരിച്ചു. താൻ സമാധാനപ്പെടും. എന്തായാലും വീട്ടിലെത്തിയിട്ടൊന്നും സ്വസ്ഥമായിട്ട് ഉറങ്ങും. എനിക്കെന്തോ അയാളുടെ പ്രസൻസ് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. ആരുടെ? വേറെ ആരുടെ ആവാനാ? ആ പ്രകാശിന്റെ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ടോ. അപ്പോൾ നമുക്കിഷ്ടമുള്ളവരെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റൂ? ഇല്ലല്ലോ. ഓക്കെ, യു ഫൈൻ? ഞാൻ മരുന്നുകൊണ്ട് മാത്രമല്ല ഓക്കെ ആവുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. ഈ ഡോക്ടേഴ്സിന്റെ കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ? പിന്നെ അത് നിന്റെ പെയിൻ പെട്ടെന്ന് മാറിയതുകൊണ്ട് നിനക്ക് വെറുതെ തോന്നുന്നു. അല്ല, യു ആർ ദി ഏഞ്ചൽ ഓഫ് ലൈഫ്. ലൈഫ് എന്നൊക്കെ പറഞ്ഞത് മാറ്റി പറയാൻ തോന്നുന്നുണ്ടോ? ചില സമയത്ത് മരണം ഒരു ദയല്ലേ പ്രകാശേ? സർജറിയുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ലങ്സിൽ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. പിന്നെ ന്യൂമോണിയ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ECGയിലും ചെറിയ വേരിയേഷൻ കാണുന്നുണ്ട്. ഡോക്ടേഴ്സ് എല്ലാം ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ, ഡ്രോപ്പ് ഐ ടെസ്റ്റിൽ പേടിക്കാനൊന്നുമില്ല. സർജറി ടൈമിലുണ്ടായ സ്ട്രെസ് കാരണം ഉണ്ടായതാ. എന്തായാലും നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് ECGയും എക്കോയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം മാറി നിർമ്മലിനെ കൊണ്ട് 2 പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടേ ഞാൻ വിടുന്നുള്ളൂ. ഓക്കെ, ശരി. ഇപ്പം എങ്ങനെ ഏട്ടാ? ശ്വാസം എടുക്കാത്ത ബുദ്ധിമുട്ടുണ്ട്. നിന്റെ ഡാഡി ഇതുവരെ എത്തിയില്ലേ? എനിക്കറിയാലോ. എങ്ങനെയുണ്ട് നിർമ്മൽ? കുഴപ്പമില്ല. ഇവിടെ മോന് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ മോളുടെയും ഡാഡിയുടെയും പിണക്ക് തരാൻ മാറിയില്ലേ? അതിന് എനിക്കല്ലല്ലോ പിണക്കം. അമ്മ പറയുന്നതേ മോള് കേൾക്കൂ. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? മോനെ, അങ്കിള് പറഞ്ഞ കാര്യം മോൻ ഒന്നുകൂടി ആലോചിക്കണം. നമുക്ക് 2 പേർക്കും പ്രോഫിറ്റ് കിട്ടുന്ന കാര്യമാണ്. എന്നാ മോൻ റെസ്റ്റ് എടുക്ക്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് എന്നെ പറ്റി വല്ല ചിന്തയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലം അങ്കിളിന് കൊടുക്കുമായിരുന്നു. അതെങ്ങനെയാ? എൻ്റെ മാത്രം അങ്കിളല്ലേ? എനിക്ക് മാത്രമല്ലേ കമ്മിറ്റ്മെന്റ്സ് ഉള്ളൂ? നീ പോയേ, നീ ഇവിടെ ഇരിക്കണ്ട. എനിക്ക് സമാധാനമായിട്ടൊന്ന് കിടക്കണം. നീ ഇപ്പം ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ പോവും. നിന്റെ അങ്ങളുടെ മാത്രമല്ല, നാട്ടിലെ ഹോസ്പിറ്റലിൽ. ഇറങ്ങടി, പോടി ഇവിടെ നിന്ന്. കിടന്നാൽ മതി.
നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഇതെല്ലാം നിന്റെ വേറെ സംശയമാണ്. എടി, നീയല്ല നിന്റെ ലൈഫിൽ വേറെ പെണ്ണുണ്ടോ? അബി, നീ ഒന്ന് ടോപ്പ് ഫ്ലോറിലേക്ക് വരുമോ? ഞാൻ എവിടെ ഉണ്ട്? നിന്റെ പിണക്കം മാറ്റാൻ എനിക്കൊരു അവസരം താടി പ്ലീസ്. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. മോളെ എഴുന്നേക്ക്. എന്താണ് അമ്മേ? ഒന്നുമില്ലെങ്കിലും നിന്റെ ഭർത്താവല്ലേ മോളിൽ കിടക്കുന്നേ. ഇടയ്ക്കെങ്കിലും ഒന്ന് പോയി നോക്കിക്കൂടെ? അയാൾ തന്നെ എന്നോട് താഴേക്ക് വന്നിരിക്കാൻ പറഞ്ഞേ. എന്താന്ന് വെച്ചാ കാണിക്കുക. എന്താ പറ്റിയ? Hello. You're coming. ഞാനിപ്പോ നീ കിടന്നു. severe metabolic acidosis. pH 6.9 and dropping. ഹാർട്ട് റേറ്റ് അറാട്ടിക് ആണ്. വി ഷുഡ് ഗോ ഓൺ ECG. ഷോക്കുള്ള തോന്നാം. AD 200 joules ചാർജ് ചെയ്യും. Pupils fixed and dilated. Time of death 2:47.